എസ്രായുടെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം. അവരുടെ ഉദ്ദേശം നിഷ്ഫലമാകേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. രസകരമായ ഒരു പദപ്രയോഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൈക്കൂലി കൊടുത്ത് കാര്യസ്ഥന്മാരെ വശത്താക്കി. ഇന്നും ഈ പ്രവണത പല ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. സഭയിലുള്ളവരെ കൈവശപ്പെടുത്തുവാൻ പണം കൊടുക്കുന്നവരെ കാണാൻ കഴിയും. അവരെ സ്വാധീനിക്കുവാൻ വസ്ത്രങ്ങൾ കൊടുക്കുന്നവരെ കാണാൻ കഴിയും. അവരെ സ്വാധീനിക്കുവാൻ മക്കളെ കൊണ്ട് ധാരാളം ദാനങ്ങൾ ചെയ്യുന്നവരെ കാണാൻ കഴിയും. എങ്ങനെയും മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ വ്യർത്ഥ പ്രയോഗം ചെയ്യുന്ന ആളുകളെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ആ നാളുകളിലും പണി തടസ്സപ്പെടുത്താൻ അവിടെയുണ്ടായിരുന്ന ആളുകളെയൊക്കെ അവർക്ക് ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് കൈവശപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു കാര്യം. ഈ കാലഘട്ടത്തിലും ഈ ദുഃഖകരമായ കാര്യങ്ങളുണ്ട് എന്ന് സങ്കടത്തോടെ ഓർത്ത് ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം.